വാങ്ങിച്ചു തന്നില്ല. അവരൊക്കെ ബാഗ് വാങ്ങിച്ചെന്ന് എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല. അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നു. രേഷ്മയുടെ കൂടെ കറങ്ങാൻ പോണം, ചീഷ്മയുടെ കൂടെ നരിവേട്ട കാണാൻ പോണം, കൂട്ടുകാരുടെ കൂടെ കുപ്പി എടുത്ത് കറങ്ങണം. ഇനി ഒരാഴ്ചയോടെ ഉള്ളൂ സ്കൂള് തുറക്കാന്. നിനക്കറിയത്തില്ല ഇവിടുത്തെ പ്രാരാബ്ദമൊക്കെ. സ്കൂൾ ബാഗിലൊക്കെ എന്തുകൊണ്ട് കുഴപ്പം? ആകെ ആ സിബൊക്കെ ഒന്ന് പൊട്ടി അടിവശം ഒന്ന് കീറി, അത് തന്നെ അവന് പിന്നെ യൂസ് ചെയ്തുകൂടായോ? കൃഷ്ണേന്ദുവിനും രോഹത്തിനും ഒക്കെ പുതിയ ബാഗും പുസ്തകമൊക്കെ ആയിട്ട് സ്കൂളിൽ വരും. മോന് മാത്രം ഒന്നുമില്ല, പഴയത് ബാഗും പുസ്തകമൊക്കെ. മോന് വിഷമം വരും. എവിടുന്നേലും കള്ളക്കടം മേടിച്ചായാലും മേടിച്ച് തരാ. ഒന്ന് മിണ്ടായി എല്ലാ അണ്ണ ഒന്ന് പോയി ഒരുങ്ങ് പോകാ. എന്തേ പോന്നില്ലയോ? എനിക്കൊരു സാരി വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. കടയൊന്നും കാണുന്നില്ല. അയ്യോ ചേട്ടാ നല്ലൊരു കട. അയ്യോ ഭയങ്കര ഓഫറാന്ന് തോന്നുന്നു. 10 ബുക്ക് എടുത്താ 10 ബുക്ക് ഫ്രീ, ഒരു ബാഗ് എടുത്താ ഒരു ബാഗ് ഫ്രീ. കൊള്ളാമെന്ന് തോന്നുന്നു. വാ 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 വാ. ഹലോ സാർ, വെൽക്കം വെൽക്കം നമ്മുടെ ഷോപ്പിലേക്ക്. എന്താണ് മാഡം വേണ്ടത്? ബാഗോ? പിള്ളേർക്ക് വേണ്ട A to Z കാര്യം നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. ഷട്ടി തൊട്ട് മറ്റേ അറ്റം വരെ ഉണ്ട്. ഓഫറൊക്കെ ഉണ്ടോ? ഓഫറിന് വരെ ഓഫറുള്ള കടയായത്. ഒരു ബാഗ് എടുത്താൽ ഒരു ബാഗ് ഫ്രീ, 10 ബുക്ക് എടുത്താൽ 10 ബുക്ക് ഫ്രീ, ഒരു കൊച്ചെടുത്താൽ ഒരു കൊച്ചിനെ ഫ്രീ. അല്ല കൊച്ചല്ല, പൗച്ച് എടുത്താൽ ഒരു പൗച്ച് വരെ ഫ്രീ. സാറ് നോക്ക്, സാറിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്ക്. ഇതാണ് ഓഫർ ബുക്ക്. ഇതാണ് സാർ നമ്മുടെ ഓഫർ ബുക്ക്. എന്താണ് സാർ വേണ്ടത്? എടോ ഇത് മൊത്തം എഴുതിയേക്കോ, അതാ കണ്ടില്ലേ? ഇത് മൊത്തം എഴുതിയേക്കും. അയ്യോ സാർ ഇവിടുത്തെ പറ്റി ബുക്കാണ്, അതുകൊണ്ടാണ്. എടോ ഈ ബുക്കിന് 50 രൂപ ഉള്ളല്ലോ, നിങ്ങൾ 100 രൂപയ്ക്കാണല്ലോ എന്നിട്ട് വിൽക്കുന്നത്. ഇതാണോ നിങ്ങളുടെ ഓഫർ? എന്റെ പൊന്നു സാറേ, സാർ എന്തായാലും ഇവിടെ വന്നെങ്കിൽ 2 ബുക്ക് എടുക്കും. എടുക്കുവോ? എടുക്കും. 2 ബുക്കിന് എത്ര രൂപയായി? 2 ബുക്കിന് 100. 100 രൂപയായി. അപ്പൊ ഞങ്ങൾ ഓഫറിന് എത്ര ബുക്ക് തരുന്നുണ്ട്? 2 ബുക്ക്. 2 ബുക്ക്. അപ്പൊ ഓഫർ അല്ലേ സാറിന്? അത് അല്ലേ? അപ്പൊ ഓഫറാണ് സാറേ. അതാണ് സാറിന് ബുദ്ധി ഇല്ലല്ലേ? നീലയും മഞ്ഞയും കൂടെ എടുക്ക ചേച്ചി. ആർക്ക് സാധനം എടുക്കാനാടി വന്നേ? എന്നിട്ട് മോൻ എന്ത് പോയി പോയി നോക്കടി. അമ്മ കോട എനിക്കിത് ഇഷ്ടപ്പെട്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ട അമ്മ. അമ്മ ഉരുട്ടുന്ന ബാഗ് അമ്മ. അമ്മ ഞാൻ വലുതായിട്ട് ഗൾഫിലൊക്കെ പോവല്ലോ, അപ്പുറത്തേക്ക് വാങ്ങിച്ച അമ്മ. കൊള്ളയില്ലേ? അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ. അണ്ട് ഉരുട്ടാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ ഒന്നും അല്ല, നിന്റെ അച്ഛൻ നിന്നെ ഇതോടെ എടുത്ത് എറിയോന്ന് അറിയത്തില്ല. എനിക്ക് ഈ ബാഗ് മതി. എന്റെ മോനെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്കൂബിയുടെ നല്ല ബാഗ് മേടിക്കാം. എനിക്ക് സ്കൂബിയുടെ ഒന്നും ബാഗ് വേണ്ട, എനിക്കിത് മതി. എന്റെ പൊന്നെ ആ ബാഗിന്റെ പുറത്തെ വണ്ടനുണ്ട്, വണ്ടൻ നല്ലതാ. എനിക്കിത് മതി, ഇതില്ലാതെ ഞാൻ പോകുന്നില്ല. ഈ ബാഗ് ആരാമേ ഇവിടെ കൊണ്ടുവച്ചേ? ഈ സ്കൂബിയുടെ ബാഗ് എവിടെ അമ്മ ഇരിക്കുന്നത്? ഈ ബാഗ് ആരാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അയ്യോ, അല്ല ഈ കൊട ആരാമേ എന്റെ തോളത്ത് കൊണ്ടുവച്ചേ? എന്നാ വിടിയമ്മ, എനിക്ക് കൊടയൊന്നും വേണ്ട. വാ നമുക്ക് സ്കൂബിയുടെ ബാഗ് വാങ്ങിക്കാൻ പോവാം. വാ വാ. ആ കൂതിയ ബാഗ് എത്തോ? അത് മതി. ആ കൂതിയ ബാഗ് തന്നെ വേണം. എന്താ ഇത്? ബാഗ് വാങ്ങിച്ചാ വന്ന ബാഗ് വാങ്ങിക്കുന്നേ ഉള്ളൂ. ഇതെന്താ കൈ കാമതയൊക്കെ? ഇത് എന്റെ അച്ഛൻ പാരീസിന്ന് കൊണ്ടതാ. അല്ല നിന്റെ കയ്യിൽ എന്തുവാ? കുന്തി. കുണ്ടിയൊക്കെ ഇപ്പൊ കയ്യിലാന്നോ? അയ്യോ കുന്തിയല്ല, കുന്തി. ഓ ഹുണ്ടി. ഹുന്തി. അയ്യോ മോനെ ഇതാരാ? അമ്മ ഇത് ഋത്തിക്ക്, ഇത് ഋത്തിക്കിന്റെ ഹുണ്ടി. ഞാൻ ഇവിടെ പൈസ മേച്ചാൻ വന്നാ. എന്റെ തല അരിയത്തില്ല. ഇവിടെ ബാഗും തുണിയും മേച്ചാൻ വന്നാന്ന്. ബുക്ക് മേച്ചണം. പൊത്ത തല ആയി പോയല്ലോ, ഒന്നും അരിയത്തില്ല. നിന്റെ കൂത്ത് തന്നെ. മോന് ഏത് ബാഗാ വേണ്ടേ? ആ ബാഗ് വേണം എനിക്ക്. അത് തന്നെ. അമ്മ എനിക്ക് ഋത്തിക്കിന്റെ ബാഗ് തന്നെ വേണം. മോനെ അത് 3000 രൂപ. അമ്മ അത് വാങ്ങിച്ചു തന്നേ പറ്റൂ. മോനെ അത് ഭയങ്കര വിലയാ, നമുക്ക് വേറെ മേടിക്കാം. ചേച്ചി വൗച്ചർ ഉണ്ട് 500. എന്നാ അതങ്ങ് എടുത്തോ. എടാ പൊട്ടാ, അത് കയ്യിലെടുത്തേടാ. അയ്യോ ഇത് കാലിലിടാൻ പറ്റുമോ? കാലിൽ ഇടാൻ പറ്റും. അമ്മ എനിക്ക് വേണം.
അമ്മച്ചി ഇതൊന്ന് ഊതി തരുമോ കാലിന്? ഇതാണ്ട് ആ ബുക്കും വേണം, അതിന്റെ അപ്പത്തിൽ ചെയ്യുന്ന പെൻസിലും വേണം. മോനെ 100 രൂപ. ഞാൻ എന്താ 100 രൂപ പെൻസിൽ വെച്ച് തെയ്യത്തില്ലയോ? ഇച്ച് വേണം. എടാ വാളിക്ക് ഒരു പെൻസിലേക്ക് എടുത്ത് കൊടുത്തേ കൂടെ. അമ്മ എനിക്ക് വേണം. ചേച്ചി അതിന് വൗച്ചറുണ്ട്. എങ്കി എടുത്തോ. നല്ല ഗെയിം ആണല്ലോ. നിന്റെ അപ്പച്ചി ചെയ്യുന്ന മറ്റേതും കൂടെ വേണം. അതെ, ഞങ്ങളുടെ ബില്ലങ്ങ് എടുക്കായിരുന്നു. മറ്റേ 500 രൂപയുടെ വൗച്ചർ ഉണ്ടല്ലോ, അത് കുറച്ചിട്ടുള്ളത്. അയ്യോ അത് 10,000 രൂപ പർച്ചേസ് ചെയ്താലേ അതിനകത്ത് 500 രൂപ കുറയത്തുള്ളൂ. 10,000 രൂപ പർച്ചേസ് ചെയ്തോ? ഇല്ല, അത് ചെയ്താലും നമുക്ക് 500 രൂപ. അതുകൊണ്ട് ഋത്തിക് മോനെ അതുകൊണ്ട് ആ പയ്യനെ എടുക്കുന്നത് പോയി നോക്കി പോകും. അപ്പൊ 10,000 രൂപയുടെ ഇനി ഞങ്ങള് അതെ അതെ ആൽപ്പയില്ലേ അവനെ കൂടെ വിട്ടാ മതി. 15 രൂപ ഇപ്പൊ ആവും. 1 മിനിറ്റ്. കഴിഞ്ഞോടി ഇന്ത്യയൊക്കെ പർച്ചേസ് ചെയ്യും മനുഷ്യന്റെ ഒരു ദിവസത്തെ സമയം. 25,000 രൂപയോ? നീയൊക്കെ എന്തോടി മേടിച്ച? ഈ കള ബാക്കിയുണ്ടോ? മോന്റെ ഒരു കൂട്ടുകാരനെ കൂടിയ സാധനങ്ങൾ മേടിച്ചു. അപ്പൊ അത് കണ്ടപ്പോ മോനും വാശി പിടിച്ച് അങ്ങനെ മേടിച്ചതാ. ഏത് പഴുത്ത ഇറക്കന്റെ കണ്ടാടി മേടിച്ചത്? ഹലോ അങ്കിൾ, നീ ഏതാ? ഞാന് മിനി അന്തിയുടെ മോൻ. അറിയത്തില്ല? ഇനി എന്റെയുടെ മോൻ. രാവിലെ എന്നും ഒരു 9:30 കൊണ്ടുവിടുന്ന നിന്നെയാണോ? ആ ആ വയറിന്റെ അവിടെ കറുത്ത പുള്ളിയുള്ള ഒരു ചേച്ചി, ആ അതന്നെ. അതാ മിനി ആന്റി. ആ. എന്റെയുടെ മോനെ. ആ ബൈ ദ വേ 10,000. ഓ 25,000 ആയല്ലേ? ഓ ബില്ല് മോന്റെ ബില്ല് ഞാൻ കൊടുക്കാനോ? വേണ്ട താത്ത, വേണ്ടേ? വേണ്ട. എന്നോട് പറഞ്ഞേക്കണേ മാമൻ തിരക്കിന്ന്. നമ്മുടെ പഴച്ചിറക്കാൻ എന്തേടി? അവിടെ എവിടെയെങ്കിലും കാണും. വിളിച്ചാണ്ട് വേ. ആ മാന 10,000 25,000 ലുലുവ. പിടിപ്പിച്ചിട്ടപ്പോ എന്തൊരു ആശ്വാസം. മാമ അവര് പോയോ? അച്ഛൻ എന്ത് എടുക്കാൻ പോയേക്കുവാ. അച്ഛനോന്ന് പറഞ്ഞ എന്താ കമ്മീഷൻ പറ്റുന്നതെന്ന് കാണണം. എന്നാലും നിന്റെ കഴിവ് ഞാൻ സമ്മതിച്ചു. അച്ഛന്റെ ബിസിനസ് മൈൻഡാ എന്റെ ബുദ്ധി. ആ 2-3 പേര് വരുന്നേ. ആ എന്റെ ഫ്രണ്ട്സാ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഇവിടുത്തെ ബാഗും അതും ഇതും ഒക്കെ ഞാൻ മേയിച്ചെന്നും പറയും. അടുത്ത ടീമിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വരാം. അഭിലാഷേ, നീ എന്താണ് ഇവിടെ കഥയില്? ഇവന്റെ കടയാന്ന് അറിയാതിരുന്നാ മതിയായിരുന്നു.